കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമെന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ ജില്ലയിലുണ്ടെന്നും പങ്കെടുക്കാൻ DCC ആവശ്യപ്പെട്ടിരുന്നുവെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. പ്രതികരണം കേൾക്കാം. എൻ്റെ ചോദ്യം, ഇത്രയും പ്രമാദമായൊരു കേസിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ സർവകക്ഷി സംഘം കണ്ടാലേ നടക്കുള്ളൂ? അങ്ങനെയാണോ നാട്ടിലെ രീതി? അതാണെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പ്രസ്ഥാനം മനസ്സിലാവുന്നത്. ഏത് കേസിലും കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഡെപ്യൂട്ടിയോട് പറഞ്ഞത്. ഞങ്ങളോട് യോജിപ്പില്ല. രണ്ട് കാര്യമുണ്ടാകും. ഒന്ന്, ഇത് ഈ നഗരത്തിലെ ഏറ്റവും പ്രമാദമായ സംസ്ഥാനത്ത് ഞെട്ടിച്ച കേസാണ്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തര വകുപ്പിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമല്ലോ. ഒരു ഫോൺ കോളിൻ്റെ വിഷയമല്ലുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഈ ഭരണസമിതിയിൽ വിശ്വാസമില്ല. കാരണം ഈ പിണറായി വിജയൻ്റെ തണലിലാണ് ഇതെല്ലാം നടക്കുന്നതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും ഉറച്ച വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കെ പിണറായി വിജയനെ കണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത്. കാരണം കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്താവട്ടെ, പ്ലാൻ കൊടുക്കലാവട്ടെ, ഏത് അഴിമതിയായാലും അതിന് പിന്നെ CPM ആണ്. CPM നടത്തുന്നത് പിണറായി വിജയൻ്റെ തണലിലാണ്. ആ പിണറായി വിജയനത്തിൽ പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിൽ വിശ്വാസമില്ലാത്ത ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല. ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടി ഉമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്തറിഞ്ഞത്. ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കുന്നത്. ചാണ്ടി ഉമ്മൻ പങ്കെടുക്കണമെന്ന് നേരിട്ട് നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ടും ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അഭിലാഷുണ്ട്. അഭിലാഷ്, DCC പ്രസിഡന്റ് അപ്പോൾ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും നഗരസഭയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കാരണം നഗരസഭാ ഭരണസമിതിയുമായി ചേർന്ന് പോകേണ്ടെന്ന ഒരു നിലപാട് തന്നെയാണ് UDF നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ നഗരസഭയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടി ഉമ്മൻ ഇന്ന് ജില്ലയിൽ ഉണ്ട് താനും. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ പങ്കെടുക്കാതെ പോയത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത്. ബോധപൂർവമാണെങ്കിൽ അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ് എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ശക്തമായ ഒരു നിലപാട് തന്നെയാണ് DCC പ്രസിഡന്റ് എടുത്തിരിക്കുന്നത്. അതായത് ചാണ്ടി ഉമ്മന്റെ ഇത്തരത്തിലുള്ള നിലപാടിന് എതിരായി തന്നെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ചാണ്ടി ഉമ്മനുമായി കാര്യങ്ങൾ സംസാരിക്കും. എന്തുകൊണ്ടാണ് പങ്കെടുക്കാതെ എന്നുള്ള കാര്യം അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുമെന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ചാണ്ടി ഉമ്മനെ ബന്ധപ്പെട്ടിരുന്നു. ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ പ്രതികരണം കൂടി നമ്മൾ കേട്ടു. അപ്പോൾ VS രഞ്ജിത്ത്, നിർദ്ദേശമുണ്ടായിരുന്നിട്ടും പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരുപക്ഷെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിലുമൊക്കെ ഉരുണ്ടുകൂടുന്ന പുതിയ സമവാക്യങ്ങളുടെ തുടക്കമായി എടുക്കാൻ കഴിയുമോ VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിലാണ് യൂത്ത് കോൺഗ്രസിൽ പിടിമുറുക്കുന്നതെന്നൊരു ഭാഗത്ത് ആക്ഷേപമുണ്ട്. മറുഭാഗത്ത് ഷാഫി പറമ്പിൽ വിരുദ്ധ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എതിരെ നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ കാണുന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നമുക്ക് AI ഗ്രൂപ്പ് എന്ന് പറയുന്ന പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ചേർത്ത് വെക്കാൻ സാധിക്കില്ല. ഷാഫി പറമ്പിലും T സിദ്ദിഖും ഒക്കെ നേരത്തെ A ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ A ഗ്രൂപ്പ് പിരിഞ്ഞ് ഷാഫി പറമ്പിലൊക്കെ വേറെ തന്നെ ഒരു വിഭാഗമായി കോഴിക്കോട് പ്രവർത്തിക്കുന്നു. ആ A ഗ്രൂപ്പിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന MK രാഘവനൊക്കെ ഷാഫി പറമ്പിലിനൊപ്പമാണ്. ഇതിൽ തന്നെ നമ്മൾ പറയേണ്ടത് കോഴിക്കോട് സൗത്തിൽ ഇപ്പോൾ റമീസിന്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലം എന്ന് പറയുന്നത് റമീസൊക്കെ നേരത്തെ T സിദ്ദിഖിന് നമുക്കൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ പ്രവീൺ കുമാർ, ഗുഡ് മോർണിംഗ്. പ്രവീൺ, നമ്മുടെ ചാണ്ടി ഉമ്മന് നിർദ്ദേശം കൊടുത്തിരുന്നിട്ടും അദ്ദേഹം പങ്കെടുത്തില്ല എന്നാണ് അറിയുന്നത്. അങ്ങ് അന്വേഷിച്ചിരുന്നോ എന്തുകൊണ്ടാണ് പങ്കെടുത്തില്ല എന്നുള്ളത്? ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു പങ്കെടുക്കണം എന്നുള്ള. ജില്ലയിലെ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കണം നിർദ്ദേശം ഞാൻ കൊടുത്തിരുന്നു. അത് പങ്കെടുക്കാതിരുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ പറഞ്ഞിരുന്നു മറ്റേതെങ്കിലും നേതാക്കളുടെ ഒരു സ്വാധീനത്തിലാണോ പങ്കെടുക്കാതിരുന്നത്? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വാർത്തകളോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല.
ഒരു നേതാവും അങ്ങനെ ഒരു പാർട്ടി പിടി മുടക്കും ഞാൻ കരുതുന്നില്ല. ഏതായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചാണ്ടി ഉമ്മനോട് ആ പരിപാടിയിൽ പറഞ്ഞിരുന്നു. ആ പരിപാടി മാതൃകാപരമായ ഒരു പരിപാടിയാണ്. ഈ നഗരസഭയ്ക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും അറിവോടുള്ള പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ചാണ്ടിയോട് പറഞ്ഞിരുന്നു. ഈ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കില്ല എന്ന വിവരം താങ്കളെ അറിയിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അറിയിച്ചിട്ടില്ല. താങ്ക് യു ശ്രീ പ്രവീൺ കുമാറാണ്, DCC പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന വിവരം അറിയിച്ചിട്ടില്ല, പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. ഔദ്യോഗികമായി തന്നെ ഈ വിവരം അറിയിച്ചിരുന്നുവെന്നാണ് പ്രവീൺ കുമാർ കൂടി നമ്മളോട് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്, നാട്ടുകാരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നു. ഒരു നല്ല പരിപാടി നടക്കുമ്പോൾ നേതാക്കളെല്ലാം ഒരുമിച്ചൊരു കൂട്ടായോടുകൂടി അങ്ങ് പങ്കെടുക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഈ നേതാക്കന്മാർ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ഈഗോ?